നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് കയറിക്കൂടിയെങ്കിലും BJPയുടേത് ഒരു വിജയമായി കണക്കാക്കാനാവില്ല എന്ന ആരോപണങ്ങൾ ഉയരുന്നതിനിടെയാണ് BJPയെ ഒരു പാഠം പഠിപ്പിക്കുവാൻ RSSന്റെ നീക്കമാണ് നടക്കുന്നത് എന്ന് മോദിയുടെ നിറമങ്ങലിന് പിന്നിലെ വാർത്തകളടക്കം പുറത്തുവരികയാണ്. RSSന്റെ കരുനീക്കത്തിൽ ജയിച്ചു കയറിയ ഒന്നാം മോദി സർക്കാർ തുടർഭരണത്തിന് പിന്നാലെ RSSന്റെ തന്നെ നിയന്ത്രണങ്ങളടക്കം അല്ലെങ്കിൽ RSSന്റെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നുള്ളതാണ്. കർഷക സമരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ RSSന് പക്ഷേ അല്ലെങ്കിൽ RSSന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ മോദിയും അമിത്ഷാ അടക്കമുള്ള അച്ചുതണ്ടിൽ കാര്യങ്ങൾ ഒതുങ്ങിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കാനാകില്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ RSS. ഇതിനിടെ ഇനി RSSന്റെ സഹായം വേണ്ട എന്ന ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ പ്രതികരണവും RSSനെയും നാഗ്പൂരിനെയും ചൊടിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം മറന്നുപോകരുത്. അതിൻ്റെ പ്രതിഫലനമാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സീറ്റ് നിലയിലെ കുറവും UPയിലേക്ക് കനത്ത തോൽവിയുമെല്ലാം RSSനെ എതിർത്തതിൻ്റെ ബാക്കിപത്രമായാണ് വിലയിരുത്തപ്പെടുന്നത്. RSSന് വഴങ്ങിയില്ല എങ്കിൽ തഴയപ്പെടുമെന്ന സന്ദേശം കൂടി ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് RSSന്റെ കേന്ദ്രങ്ങളിൽ നിന്ന്. RSSന്റെ സഹായം ആവശ്യമായിരുന്ന സമയത്ത് നിന്ന് BJP ഒരുപാട് വളർന്നെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണം അത് തിരിച്ചടിയായി എന്നും BJPക്കുള്ളിൽ തന്നെ വലിയ വിലയിരുത്തലുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് മുൻകാലങ്ങളിലേതുപോലെ പാർട്ടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ട് RSS തയ്യാറെടുക്കുന്നു അല്ലെങ്കിൽ RSS ഒരുങ്ങുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത. ഏതായാലും ഇനി RSSന്റെ പിന്തുണ BJPക്ക് അനിവാര്യമായി മാറുകയാണ്. അല്ലെങ്കിൽ ഉത്തർപ്രദേശിലടക്കം BJPക്ക് കടുത്ത തിരിച്ചടികൾ ഇനി വരാൻ പോകുകയാണ്. മോദിയുടെ പിൻഗാമിയായി അമിത്ഷയെ കൊണ്ടുവരുവാനുള്ള ശ്രമമാണ് നദ്ദയുടെ RSS വിരുദ്ധ പ്രസ്താവന എന്ന വാദം കൂടി ഇപ്പോൾ ശക്തമായിരിക്കുന്നു. അതിൻ്റെ പിന്നിലേക്ക് എത്തുകയാണ് RSS. അമേഠിയിൽ മോദിയുടെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ടുള്ള സ്മൃതി ഇറാനി പോലും തോറ്റുപോകുന്നത് അതുകൊണ്ടാണ്. BJPയുടെ നേതാവ് ആരെന്ന് ഇനിയും RSS തന്നെ നിശ്ചയിക്കും. അതിനുശേഷം LK അദ്വാനിയെ മാറ്റിയല്ലോ. LK അദ്വാനിയെ മാറ്റി നരേന്ദ്രമോദിയെ BJPയുടെ ദേശീയ നേതാവാക്കിയത് ആരായിരുന്നു? അത് RSS ആയിരുന്നു. ആ RSSന് അത് കഴിയുമെങ്കിൽ ഇതും കഴിയും. അന്ന് അദ്വാനിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന് സുഷമ സ്വരാജ് പോലും ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ RSS പിന്തുണയിൽ വളർന്ന നിലവിലെ BJP നേതൃത്വം ഇനി RSS പിന്തുണ വേണ്ട എന്ന് പറഞ്ഞത് അത് സംഘപരിവാറിൻ്റെ നാഗ്പൂർ നേതൃത്വത്തെ ഞെട്ടിക്കുകയും ചെയ്തു എന്നുള്ള കാര്യം വസ്തുതയാണ്. ഇനി ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങൾ മോദിക്കും സംഘത്തിനും എടുക്കാനാകില്ല എന്നുള്ളതാണ് ഈ ഒരു ചെറിയ തിരിച്ചടി നൽകിക്കൊണ്ട് RSSന്റെ നേതൃത്വം ഉറപ്പിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമാണ്. RSSനോടും നാഗ്പൂരിനോടും ഏറെ അടുത്ത് നിൽക്കുന്ന നേതാവാണ് ശിവസേനയുടെ നേതാവായിട്ടുള്ള ഉദ്ധവ് താക്കറെ. ഉദ്ധവ് താക്കറെ നദ്ദയ്ക്ക് മറുപടിയുമായി താക്കറെ അന്ന് തന്നെ രംഗത്തെത്തിയത് അതിൻ്റെ ഒരു സൂചനയായിരുന്നു. RSSനെ BJP നിരോധിച്ചേക്കുമെന്ന് താൻ ഭയപ്പെടുകയാണ് എന്ന് താക്കറെ കളിയാക്കിയിരുന്നു. ഈ പ്രസ്താവനയ്ക്ക് പിന്നിലെ നാഗ്പൂരിലെ താല്പര്യം, ആ ഒരു താല്പര്യം, അതായത് RSSന്റെ താല്പര്യം അതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നിലെ മഹാരാഷ്ട്രയിലും ശിവസേനയ്ക്ക് മികച്ച വിജയം കിട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണല്ലോ. അതിന് പിന്നിലും RSS ആണോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രകടനം പ്രതീക്ഷയ്ക്ക് ഉയരാത്തതിന് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ മനോഭാവമാണ് എന്ന് BJPയുടെ മുതിർന്ന നേതാവായിട്ടുള്ള സുബ്രഹ്മണ്യം സ്വാമിയാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ് എന്നുള്ളതാണ്. വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനിടെയാണ് മോദിക്കെതിരെ ഗുരുതരമായിട്ടുള്ള വിമർശനവുമായിട്ട് സുബ്രഹ്മണ്യം സ്വാമി രംഗത്ത് വന്നത് എന്നുള്ളതാണ്. തൻ്റെ കണക്കുകൂട്ടലുകൾക്ക് ഏകദേശം സമീപത്താണ് BJPയുടെ സീറ്റ് നേട്ടമെന്നും താൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ പാർട്ടി ശ്രദ്ധ ചെലുത്തിയിരുന്നുവെങ്കിൽ BJP 300 സീറ്റെങ്കിലും നേടുമായിരുന്നുവെന്നുമാണ് സുബ്രഹ്മണ്യം സ്വാമി പറഞ്ഞു വെച്ചത്. ഇവിടെയും മോദിയുടെ ഏകാധിപത്യമാണ് ചർച്ചയാകുന്നത് എന്നുള്ളതാണ്. സുബ്രഹ്മണ്യം സ്വാമിയിലൂടെ പ്രതിഫലിച്ചത് RSSന്റെ മനസ്സാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ അതിനകത്തുണ്ടാകുന്നത്. ഇനി നരേന്ദ്രമോദിക്ക് ഭരണം നടത്തണമെങ്കിൽ മറ്റു പാർട്ടികളുടെ സഹായം വേണ്ടിവരുമെന്നുള്ളതാണ്. ഇതിനകം തന്നെ നരേന്ദ്രമോദി മറ്റ് കക്ഷികളുമായി ചർച്ച തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ തന്നെയാണ് നടക്കുന്ന 543 സീറ്റുകളിലെ ഫലം പുറത്തു വരുമ്പോൾ തന്നെ ഭരണത്തിൽ മൂന്നാം ഊഴം കാക്കുന്ന നരേന്ദ്രമോദിയുടെ BJPക്ക് കേവല ഭൂരിപക്ഷം നേടാനായില്ല എന്നുള്ളതാണ് വസ്തുത. ജയിച്ചെങ്കിലും വാരണാസിയിൽ പോലും നരേന്ദ്രമോദിയുടെ വോട്ട് ഷെയറിൽ വലിയ ഇടിവ് വന്നപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിച്ചിട്ടുള്ള വയനാട്ടിലും ഒപ്പം തന്നെ റായ്ബറേലിയിലും വിജയം വലുതായിരുന്നു എന്നുള്ള സൂചനകളുണ്ട്, മറന്നുപോകരുത്. രാഹുൽ ഗാന്ധി എവിടെ മത്സരിച്ചാലും തോൽപ്പിക്കുമെന്ന് വെല്ലുവിളിച്ച കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അമേഠിയിൽ കോൺഗ്രസിൻ്റെ ശർമ്മയോട് കൂറ്റൻ തോൽവി ഏറ്റുവാങ്ങിയത് ഓർമ്മയില്ലേ? 1 ലക്ഷം വോട്ടുകൾക്കായിരുന്നു തിരിച്ചടി എന്നുള്ളത്. 1 ലക്ഷത്തിൽ. ഇതെല്ലാം RSSന്റെ സ്വാധീനമില്ലായ്മയുടെ തെളിവായി വിലയിരുത്തപ്പെടേണ്ട സാഹചര്യമാണ്. സ്മൃതി ഉൾപ്പെടെ അനേകം കേന്ദ്രമന്ത്രിമാർക്കാണ് ഇപ്രാവശ്യം തിരിച്ചടിയേറ്റത് എന്നുള്ളതാണ്. രാമക്ഷേത്രം നിർമ്മിക്കപ്പെട്ട അയോധ്യയിൽ പോലും BJPക്ക് വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളത് വസ്തുതയാണ്. അയോധ്യ വരുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ BJPയുടെ ലല്ലു സിംഗിനെ സമാജ്വാദിയുടെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ആവാദേശ് പ്രസാദ് കൃത്യമായി തോൽപ്പിച്ചു.
BJPക്ക് ശക്തമായിട്ടുള്ള മേൽക്കോയ്മയുള്ള ഉത്തർപ്രദേശ്, ആ ഉത്തർപ്രദേശിൽ BJPക്ക് അനേകം സീറ്റുകൾ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ട് സംഭവിച്ചു? ഇതിന് പിന്നിലും RSSന്റെ അതൃപ്തിയുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. RSSനെ മാറ്റിവെച്ചുകൊണ്ട്, RSSനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തരത്തിലും BJPക്ക് ഒരു മുന്നേറ്റം നടത്താനും കഴിയില്ല എന്നുള്ളതിൻ്റെ സൂചനകൾ, ഒരു ചെറിയ തിരിച്ചടിയാണ് RSS നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് വലിയ വായിലെ വാദങ്ങളൊക്കെ BJP നിർത്തേണ്ടിയിരിക്കുന്നു. BJP എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ പിടിച്ചു നിർത്തുന്ന നട്ടൽ എന്ന് പറയപ്പെടുന്ന RSS ആണ്. ആ സംവിധാനത്തിനെ കാണാതെ അതിനെ മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് പ്രതീക്ഷിക്കുന്ന നേതാക്കന്മാർ ഇന്ന് BJPയിലുണ്ടെങ്കിൽ അവരുടെ മനസ്സുമാറ്റത്തിന് വലിയ ഒരു ഇടമാണ്, ഒരു സമയമാണ് ഇതാ സമാഗതമായിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. BJP എന്നുള്ളത് ഒരു പുനർവിചിന്തനത്തിൻ്റെ സമയമായിരിക്കുന്നു. RSS എന്ന് പറയപ്പെടുന്ന സംഘടനയില്ലെങ്കിൽ BJP ഇല്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക. BJP എന്ന് പറയപ്പെടുന്ന ശക്തിയാക്കി മാറ്റിയത് RSS എന്ന് പറയപ്പെടുന്ന സംഘടനയാണ്. ആ സംഘടനയുടെ കേഡർ സംവിധാനമാണ്, ആ സംഘടനയുടെ വിജയമാണ്. ആ സംഘടനാ ബലം കൊണ്ട് മാത്രം വിജയിക്കുന്ന BJP സ്വയം ഇങ്ങനെ അഹങ്കരിക്കുന്നതിൽ ചെറിയൊരു തട്ടുകേട് വരുത്തുക എന്നത് മാത്രമായിരിക്കാം ചിലപ്പോൾ നാഗ്പൂരിലെ RSS കേന്ദ്രങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. അത് വളരെ കൃത്യമായി നടപ്പിലാക്കി കൊടുക്കുവാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് പരാജയപ്പെട്ടോ? ഇല്ല, പരാജയപ്പെടുത്തിയില്ല. എന്നാൽ പരാജയപ്പെട്ടില്ലേ? എന്നാൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. 294 95 സീറ്റുകളിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു സംവിധാനമല്ല NDA. പകരം BJPക്ക് 303 സീറ്റുകൾ നേടി അധികാരത്തിലെത്താൻ കഴിയുന്ന തരത്തിലേക്ക് വളർത്തി വലുതാക്കിയ ഒരു പ്രസ്ഥാനമാണ് RSSും BJPയും. അങ്ങനെയുള്ള BJPയെ RSSന്റെ പിന്തുണ വേണ്ട എന്ന് ആരാണോ പഠിപ്പിച്ച് പറയിപ്പിച്ചതിന് അദ്ദേഹം കൊണ്ട് ആ മഹാരഥന്മാർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചോർത്ത് പശ്ചാത്തപിക്കുന്നുണ്ടാകും. അതുകൊണ്ട് RSSനെ മാറ്റിവെച്ചിട്ട് ഇവിടെ ഒരു BJP ഉണ്ടാകില്ല. അതുകൊണ്ട് BJPക്ക് വളരണമെങ്കിൽ RSS എന്ന് പറയപ്പെടുന്ന സംഘടന വേണം. ആ സംഘടന എന്ന് പറയപ്പെടുന്ന നട്ടലുള്ള സംഘടനയാണ്. ആ സംഘടനാ ബലം BJP ഉപയോഗിക്കുക തന്നെ വേണം.